തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ കച്ചമുറക്കി ഇറങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്തെ മുന്നണികൾ. 2019-ലുണ്ടായ മുന്നേറ്റത്തിന്റെ തനിയാവർത്തനമാണ് UDF ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന ഇടതുമുന്നണി നാണക്കേട് ഒഴിവാക്കാനുള്ള ശ്രമത്തിലുമാണ്. അക്കൗണ്ട് തുറക്കാൻ പണി 18 പയറ്റുകയാണ് BJP. പ്രചാരണം നേരത്തെ തുടങ്ങിയ മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ തന്ത്രങ്ങൾ അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. പ്രചാരണ രംഗത്ത് വിഷയങ്ങൾ ഏതു മാറി വന്നാലും പൗരത്വ ഭേദഗതി നിയമം തന്നെയാകും UDF-ന്റെയും LDF-ന്റെയും ഫോക്കസിംഗ് പോയിന്റ്. സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്കുമെതിരെ UDF-ന്റെയും BJP-യുടെയും ആവനാഴിയിൽ ആയുധങ്ങളേറെയാണ്. അതിനെ പ്രതിരോധിക്കാൻ എന്തു തന്ത്രം ഇടതു ക്യാമ്പ് പയറ്റുമെന്നത് ശ്രദ്ധേയമായിരിക്കും. സിറ്റിംഗ് എംപിമാരെ രംഗത്തിറക്കിയതും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വികാരവുമൊക്കെയാണ് UDF അനുകൂല ഘടകങ്ങളായി കാണുന്നത്. രാഹുൽ ഗാന്ധി കൂടി സംസ്ഥാനത്ത് ലാൻഡ് ചെയ്യുന്നതോടെ പഴയ തരംഗം ഇത്തവണയും ആഞ്ഞു വീശുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷ. എന്നാൽ കഴിഞ്ഞ തവണത്തെ രാഹുൽ ഇഫക്റ്റ് ഇത്തവണ ഉണ്ടാകില്ലെന്ന് ഇടതുപക്ഷം വിലയിരുത്തുന്നു. പൗരത്വ നിയമത്തിലെ സംസ്ഥാന സർക്കാർ നിലപാടിലൂടെ ന്യൂനപക്ഷ പിന്തുണ ആർജിക്കാമെന്ന കണക്കുകൂട്ടലുമുണ്ട് ഇടതുമുന്നണിക്ക്. ഒപ്പം മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കിയതും കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കുള്ള ഒഴുക്കും അനുകൂല ഘടകങ്ങളാകുമെന്ന് ഇടതുമുന്നണി കരുതുന്നു. മോദി ഗ്യാരണ്ടിയിലാണ് BJP-യുടെ പ്രതീക്ഷകളത്രയും. എന്തു വില കൊടുത്തും ഇത്തവണ അക്കൗണ്ട് തുറക്കാനാണ് BJP ശ്രമം. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ താരപ്രചാരകരായി എത്തുന്നതോടെ പെട്ടിയിലാകുന്ന വോട്ടെണ്ണം കൂടുമെന്നും BJP ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. ഏതായാലും ആവനാഴിയിലെ അസ്ത്രങ്ങൾ അത്രയും പ്രയോഗിച്ച് വോട്ടർമാരെ പാട്ടിലാക്കാൻ തന്നെയാണ് മുന്നണികൾ തന്ത്രങ്ങൾ മെനയുന്നത്. റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.